ഇപ്പം രമയുടെ വീട്ടിൽ ചെന്ന് ടി.പി. ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം രമയുടെ വീട്ടിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോകാൻ അദ്ദേഹത്തിനൊരു കാരണമുണ്ടായിരുന്നു. നെയ്യാറ്റിങ്കര തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോകാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നു. അതായത് ടി.പി. വധിക്കപ്പെട്ട ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM വിജയിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ടി.പിയുടെ വീട്ടിൽ അന്ന് പോയത്, രമയെ കണ്ടത്, അവരെ കയ്യിൽ കുട്ടിപ്പിടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കാൻ, എവിടെയും വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ നമുക്കിനി കിട്ടില്ല, ഒരു തർക്കമില്ല. അങ്ങനെ കിട്ടും. ഇപ്പോൾ നമ്മൾ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ വോട്ട് ബാങ്കിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി മാത്രമാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. അപ്പം VSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. നേരെ മറിച്ച് കൃത്യമായി നിലപാട് പറയുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ അദ്ദേഹമാണ്. വികസന വിരോധി എന്നുള്ള പേര്, വികസന വിരുദ്ധൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതാണ്. ഈ ഹൈവേയുടെ കാര്യത്തിലായാലും മറ്റ് കുടിയൊഴിപ്പിക്കലുടെ കാര്യത്തിലായാലും ഒക്കെ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ നിലപാടാണ് അതിനുള്ള കാരണം. പക്ഷേ പിന്നീട് ഇപ്പം പ്രളയം വന്ന സമയത്തൊക്കെ പലരും ആ സമയത്ത് പറയുകയുണ്ടായി, അന്ന് ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ചൊക്കെ അന്ന് ആളുകൾ വീണ്ടും എടുത്തു പറയുകയുണ്ടായി. നമ്മൾ പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള വികസനം പാടില്ല എന്നുള്ളതൊക്കെ ആളുകൾ പറയുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പിന്നീട് വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വികസന വിരോധി എന്ന് പറയുമ്പോൾ തന്നെ അക്കാലത്ത് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, ഇതിനൊക്കെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇക്കാലത്ത് ഇപ്പോൾ നടക്കുന്ന ദ്രുതഗതിയിലുള്ള വികസനവും ആയിരുന്നില്ല അക്കാലത്ത്. കേരളത്തിൽ മാത്രമല്ല, ഒരു സംസ്ഥാനത്തും അങ്ങനെ ആയിരുന്നില്ല. ആ കാലത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വികസന പത്രങ്ങളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അടിസ്ഥാന വർഗ്ഗത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഓരോ വികസന ഘട്ടത്തിലും ആലോചിച്ചിരുന്നത്. അത് അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. അത് അവസാന കാലഘട്ടം വരെ അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നിരുന്നത് സത്യമാണ്. ഏതായാലും ഒരു പോരാളി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് VSനെ കേരള ജനതയും മൊത്തം എല്ലാവരും അദ്ദേഹത്തെ ആ രീതിയിലായിരിക്കും അദ്ദേഹത്തെ എടുക്കുക. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VS എന്നുള്ള ആ ഒരൊറ്റ പേര് മാത്രമാണ് എല്ലാവരും മനസ്സിലുണ്ടാവുക.